നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആദ്യ പരാതിക്കാരിയായിട്ടുള്ള ആദ്യ അതിജീവത ഇപ്പോൾ ഇതാ പ്രതികരണവുമായി വന്നിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ഒരു പ്രതികരണം അതിജീവതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആദ്യ കേസിലെ ആദ്യ അതിജീവതയാണ് ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്ത വാർത്ത വന്ന 2 മണിക്കൂറിന് ശേഷമാണ് അതിജീവതയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ശക്തമായ ഭാഷയിൽ കൃത്യമായുള്ള പ്രതികരണം നടത്തുന്നു. ലോകം കേൾക്കാത്ത ശബ്ദം അല്ലെങ്കിൽ ലോകം കേൾക്കാത്ത കരച്ചിൽ ഇതാ ദൈവം കേട്ടിരിക്കുന്നു. ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ചപ്പോൾ ദൈവം എന്നെ കൈവിട്ടില്ല, ഇതാ ദൈവം കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത്. ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് യു ഡിയർ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അനവധി ആളുകൾ കമന്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അമ്മയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞാറ്റയ്ക്കും ഒക്കെ തന്നെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് ആ പോസ്റ്റ്. എന്തായാലും അതിന്റെ മലയാളം ഒന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട ദൈവമേ, ഞങ്ങൾ സഹിച്ച എല്ലാ വേദനകളും ന്യായവിധികളും വഞ്ചനകളും ഉണ്ടായിരുന്നിട്ടും ഞങ്ങളെ തന്നെ സാധൂകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ ചെയ്തത് നിങ്ങൾ കണ്ടു, ലോകത്തിൽ ഒരിക്കലും എത്താത്ത നിലവിളികൾ നിങ്ങൾ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ നമ്മിൽ നിന്ന് എടുത്തപ്പോഴും നിങ്ങൾ ഞങ്ങളെ താങ്ങി. നമ്മുടെ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. പ്രത്യേകിച്ച് തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് നമ്മുടെ കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനില്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് അവളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ എന്നാണ് പറയുന്നത്. ആക്രമത്തിൽ നിന്ന് മുക്തമായി, ഭയത്തിൽ നിന്ന് മുക്തമായി, നമ്മെ സംരക്ഷിക്കാൻ പരാജയപ്പെട്ട ലോകത്തിൽ നിന്ന് മുക്തമായി നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇത് പറയട്ടെ. നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നില്ല. നിങ്ങളുടെ ഈ അസ്തിത്വം പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ്. ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുപോകും. ഹൃദയങ്ങളിൽ തന്നെ നിങ്ങളെ ഞങ്ങൾ സൂക്ഷിക്കും. കുഞ്ഞാറ്റ, അമ്മ നിങ്ങളെ ചന്ദ്രനിലേക്കും തിരിച്ച് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് കൃത്യമായി ആ ഭ്രൂണം ആകുന്നതിന് മുൻപ് തന്നെ, അതായത് ആദ്യ പരാതിയും 2ാം പരാതിയും മെർജ് ചെയ്തുള്ള ഒരു 3ാം പരാതി, പ്രത്യേകിച്ച് പ്ലസ് സാമ്പത്തിക തട്ടിപ്പ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള പരാതി എന്നാണ് രാഹുൽ ഈശ്വർ ഈ ഒരു 3ാം പരാതിയെ പറയുന്നത്. മാത്രമല്ല ഈ ആദ്യ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, തന്നെ ഗർഭിണിയാക്കി കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ നശിപ്പിക്കാനായി ഗർഭനിരോധന ഗുളികകൾ നൽകി, സുഹൃത്തു വഴിയാണ് ഗർഭനിരോധന ഗുളികകൾ നൽകിയത്. അതിനുശേഷം കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാനുള്ള അനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ 3ാം പരാതി നോക്കുകയാണെങ്കിൽ സമാനമായ സംഭവം, ഓവുലേഷൻ സമയമാണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഉണ്ടാക്കാനായി സെക്ഷലി ഇവർ ഇൻവോൾവ് ആകുന്നു. അങ്ങനെ അവർ കുഞ്ഞുണ്ടാകുന്നു. അങ്ങനെ കുഞ്ഞിനെ നശിപ്പിക്കാനായി ശ്രമം നടത്തുന്നു. അങ്ങനെ പല തരത്തിലുമുള്ള നീക്കങ്ങൾ. അങ്ങനെ കുഞ്ഞുങ്ങൾ നമ്മളോട് പൊറുക്കട്ടെ, നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ പിതാവാകാൻ ഉള്ള ആളെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആ 3ാം പരാതിക്കാരിയെയും കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അതിജീവതയുടെ പോസ്റ്റ് വരുന്നത്. അതായത് ഇരുട്ടിൽ ചെയ്തത് നിങ്ങൾ കണ്ടു, ലോകത്തിൽ ഒരിക്കലും എത്താത്ത നിലവിളികൾ നിങ്ങൾ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ നമ്മിൽ നിന്ന് എടുത്തപ്പോഴും, പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് ഭ്രൂണഹത്യ നടത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാതിക്കാരി വ്യക്തമാക്കുന്നത്. ഭ്രൂണഹത്യ നടത്താനായി സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ട വെള്ളപ്പൊതി, ആ വെള്ളപ്പൊതിയിൽ എന്തായിരുന്നു എന്ന് സുഹൃത്തിനും അറിയില്ലായിരുന്നു. എന്നാൽ കഴിച്ചു എന്ന് ഉറപ്പുവരുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോൾ ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും നമ്മുടെ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് നമ്മുടെ കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ഞങ്ങളോട് ക്ഷമിക്കണം എന്നാണ് പറഞ്ഞ അതിജീവിതയുടെ പോസ്റ്റ് വരുന്നത്. പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ, ഫോട്ടോയൊന്നും മാറ്റാതെ അല്ലെങ്കിൽ ഫോട്ടോ എല്ലാം കൃത്യമായി വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിരവധി വിത്ത് യു ഡിയർ എന്ന് പറഞ്ഞ ലക്ഷ്മി പത്മ, നിരവധി ജേർണലിസ്റ്റുകൾ ഇവിടെ ഈ ഒരു അതിജീവിതയ്ക്ക് സപ്പോർട്ടുമായി എത്തുന്നുണ്ട്. പവർ ടു യു മൈ ഗേൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ, മോർ പവർ ടു യു, വിത്ത് യു, മോർ പവർ ടു യു, സ്റ്റാൻഡ് ബൈ യു, മോർ പവർ ടു യു. Okay madam, but his current situation should be understood. No calls world.
എന്ന് പറയുന്നു. സ്റ്റേ സ്ട്രോങ്, വി വിൽ വിത്ത് യു, ഗവൺമെന്റ് വിത്ത് യു ടു, കൂടെയുണ്ട്, സത്യം ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിരവധി കമന്റുകളും ഇപ്പോഴിതാ വരുന്നുണ്ട്. എന്നാലും ആദ്യ പ്രതികരണം അത് ഞെട്ടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു പോസ്റ്റ് അത് വളരെ ശക്തമായ നിലപാട് തന്നെയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് പല അതിജീവിത അല്ലെങ്കിൽ ഈ പറയുന്ന ആദ്യ അതിജീവിത അല്ലെങ്കിൽ ആദ്യ പരാതിക്കാരിക്ക് നേരെ നിരവധി സൈബർ അറ്റാക്കുകളാണ് നടന്നത്. സ്വന്തം ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ബന്ധങ്ങളൊക്കെ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഭർത്താവിൽ നിന്നും നേരിട്ട പീഡനത്തെ അതൊരു സുഹൃത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ MLA എന്ന നിലയിൽ പറയുകയായിരുന്നു. അത് മുതലെടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തന്നോട് അനാവശ്യമായി പെരുമാറിയത്, ഒരു പരിധിക്കപ്പുറത്തേക്ക് പെരുമാറിയത് എന്നാണ് പരാതിക്കാരി പറഞ്ഞിരുന്നത്. എന്നാലും ഇതൊക്കെ തന്നെ പരാതിക്കാരി നേരിട്ട അറസ്റ്റ് ചെയ്യാതെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഒളിവിലായിരുന്നു. പിന്നീട് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴിത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ. അതിൽ സന്തോഷത്തോടു കൂടിയാണ് പരാതിക്കാരി ഇപ്പോൾ വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ചിത്രങ്ങളൊന്നും തന്നെ മറവ് ചെയ്യാതെ, പോസ്റ്റുകളൊന്നും തന്നെ മുക്കാതെ, അല്ലെങ്കിൽ എല്ലാ ചിത്രങ്ങളും കൃത്യമായി തന്നെ ഇട്ടുകൊണ്ട് മുഖം മറയ്ക്കാതെയുള്ള പ്രതികരണമാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അക്ഷരാർത്ഥത്തിൽ അതിശക്തമായ പ്രതികരണം തന്നെ വരുന്നു. രാഹുൽ മാങ്കൂട്ടം ഇതുവരെ നേരിട്ടില്ല, അല്ലെങ്കിൽ പരാതിയായി പോകുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോക്കാൾ കൂടുതൽ മുഖം മറയ്ക്കാതെ അതിജീവിത മുന്നോട്ട് വരുന്നു. അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അതിൽ നിരവധി ആളുകളുടെ പിന്തുണ വരുന്നു. പലരും കൂടെ നിന്ന് ചതിച്ചിട്ടും കൂടെ നിന്ന് കുറ്റപ്പെടുത്തിയിട്ടും ഒറ്റിയിട്ടും ലോകം മുഴുവൻ ഒന്നടങ്കം ആക്രമിച്ചിട്ടും ഒക്കെ തന്നെ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എന്നാണ് പറയുന്നത്. ഞങ്ങളോട് ക്ഷമിക്കൂ മക്കളെ, നിങ്ങൾക്ക് പിതാസ്ഥാനം നിൽക്കാനുള്ള ആളെ തെറ്റായി പോയി തിരഞ്ഞെടുത്തത് തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വരുന്നത്. വളരെ ശക്തമായ ഒരു പോസ്റ്റ് തന്നെയാണ്. സത്യത്തിൽ നിന്ന് കത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പോസ്റ്റിൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഈ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ അത്ര നല്ല രീതിയിൽ സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം സഹകരിക്കുന്നുണ്ട്. ഞാനും ആ പെൺകുട്ടിയും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത് എന്ന് പറയുന്നു. അങ്ങനെ നിരവധി ശക്തമായ കമന്റുകൾ വരുന്നു. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകൾ തന്നെയാണ്. അതിജീവിതയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ കൂടി വരുമ്പോൾ, ശക്തമായ നിലപാട് വരുമ്പോൾ, അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ നിലപാട് തന്നെ എന്ന് വ്യക്തമാവുകയാണ്. What?